നമസ്കാരം. കുറച്ചുപേര് ആള് മാറിയിട്ടാണോ അറിയത്തില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉണ്ടക്കണ്ണും തള്ളിപ്പിടിച്ച് ഒരു പെൺകുട്ടിയും മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും മാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് എനിക്ക് അതായത് 2010 സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ പരു ഇങ്ങനെ വരും. ഈ പരു വന്നിട്ട് പഴുത്ത് വലുതാവും, അത് പൊട്ടും. അപ്പോൾ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ പറയാൻ പറയും. അപ്പോൾ അത് കാരണം പലതാണ്. അത് നമ്മളെ ആകെ കാരണം. അപ്പം എന്തായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സത്യമുണ്ട്. അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കയറി പൊട്ടിച്ചു. ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കയറിയായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ എടുത്ത് ഞാൻ കയറും. അപ്പോൾ ഈ കുരു അങ്ങനെ പഴുത്ത് പൊട്ടി പോകുമ്പോൾ ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടിക്കാണും. കാര്യം നമുക്കറിയാം, പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷമമുണ്ട്. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആഴ്ച പുറത്താക്കി വിട്ടു. അപ്പോൾ അതിന്റെ വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ്, ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിന് ഇങ്ങനെ തവള നാം പോയി നോട്ടായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിച്ച് വളരെ അങ്ങോട്ട് പേടിപ്പിച്ച് റോഡിൽ. കഴിഞ്ഞ ദിവസം അഖിൽമാരാർക്കെതിരെ ശൈത്യ ഒരു വീഡിയോ ചെയ്തിരുന്നു. അഖിൽമാരാർക്ക് മാത്രമല്ല അനുമോൾക്കും അതേപോലെ PR വിനുവിനും എതിരായിട്ടൊക്കെ ശൈത്യ വീഡിയോ ചെയ്തിരുന്നു. അഖിൽമാരാർ കൊട്ടിയാൽ മാക്രി കരയുമായിരിക്കും, താൻ കരയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ശൈത്യ അവിടെ നിന്ന് പറഞ്ഞത്. അപ്പം അതിനെതിരെയുള്ള നല്ല അസലായിട്ടൊരു പരിഹാസഹാസ്യത്തിലൂടെയാണ് അഖിൽമാരാറിൻ്റെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ശൈത്യയ്ക്ക് വെറും കുരുപൊട്ടൽ കൊണ്ട് മാത്രം, അതായത് തനിക്ക് കിട്ടാത്തൊരു കാര്യം മറ്റുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിയായിരുന്നെന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരാൾക്ക് കിട്ടിയപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ഒരു കുരുപൊട്ടലിലൂടെ ഉണ്ടായ ഒരു വികാരമാണ് ആ ഒരു സ്റ്റേജിൽ കാണിച്ചതും അതിനുശേഷം വീഡിയോയിൽ ശൈത്യ പുറപ്പെടുവിച്ചതും എന്നാണ് അഖിൽ പറയുന്നത്. അതുപോലെ തന്നെ ശൈത്യ വെറും ഒരു പൊട്ടക്കണ്ടിലെ തവള മാത്രമാണ്, ലോകം കാണുന്നതൊരു തവള മാത്രമാണ്. സ്വന്തം ശക്തി എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരെ തോണ്ടാൻ ചെല്ലുക, ഇടിക്കാൻ ചെല്ലുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, ഇതൊക്കെയാണ് ശൈത്യയുടെ പ്രധാന തൊഴിൽ എന്നുള്ള രീതിയിൽ പരിഹാസഹാസ്യത്തിലൂടെയാണ് അഖിൽമാരാർ ശൈത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രസകരമായിട്ട് തന്നെ അഖിൽമാരാർ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ശൈത്യ എന്തായാലും വാരണാസിയിലൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് ഇതിനുള്ള മറുപടി പ്രസംഗമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ശൈത്യയുടെ വീഡിയോ കണ്ടാൽ അറിയാം, എന്തൊക്കെയോ മനഃപൂർവ്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു ശക്തി, ഒരു എനർജിയൊക്കെ ഉണ്ടാക്കി മുഖത്ത് വരുത്തിച്ചിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി പറഞ്ഞൊരു വീഡിയോ പോലെയായിരുന്നു അത് ചെയ്തത്. എന്തായാലും അഖിൽമാരാർ അതിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. അത് നൈസായിട്ട് അഖിൽമാരാർ അങ്ങ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ശൈത്യ വീഡിയോ കാണട്ടെ. അഖിൽമാരാർക്ക് ഉള്ളൊരു മറുപടിയായിട്ടാണ് ശൈത്യ കൊടുത്തത്, അതിനുള്ള മറുപടിയായിട്ടാണ് അഖിൽമാരാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണട്ടെ എന്ന് ആശംസിക്കുന്നു.